നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് കൊറിയറും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലാത്ത കുടംപുളിയുടെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പപ്പക്കും അമ്മച്ചിക്കും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ ചുമ്മാ ഒരു ഹെൽപ്പ് ചെയ്യാൻ അമ്മച്ചിനെ അമ്മനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിനീഷ് ഒരു വീഡിയോ എടുത്ത് ഇട്ടതാണ്. പക്ഷെ എല്ലാവർക്കും അത് ആവശ്യക്കാർ വന്നു. അതായത് പിന്നെ നമ്മൾ ഓർഡർ എടുത്ത് പിന്നെ അത് കൊറിയർ ആക്കാനുള്ള പരിപാടിയൊക്കെ ആയി. അങ്ങനെ അതിന് വേണ്ടി നമ്മൾ ഇന്നലെ ഇവിടെ വന്നതാണ് കേട്ടോ. വന്നതേ ഇപ്പം നമ്മൾ വീട്ടിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമല്ല ഇതിൻ്റെ ഒപ്പം അമ്മച്ചേനെ ഞങ്ങൾ ഒരു 3-4 ദിവസം വീട്ടിലോട്ട് കൊണ്ടുപോകാനാണ്, കുറച്ച് ദിവസം നമ്മുടെ കൂടെ നിർത്താനായിട്ട്. അപ്പോൾ അത് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നേരെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ. അതേ പാക്ക് ചെയ്യാൻ വേണ്ടി ഇതേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മച്ചി അവിടെ റെഡിയായി. അമ്മച്ചിനെ കണ്ടിട്ട് കുറെ നാളായെന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഉണ്ടത് ഇത്രയും സാധനം അഡ്രസ്സൊന്നും അധികം കാണിക്കണുള്ളത്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് 10-18 കിലോ മേലെ ഉണ്ട് കേട്ടോ. ഇത് ഇനി പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഞങ്ങൾക്ക് കൊറിയർ ചെയ്യണം. പിന്നെ കുറച്ച് പേര് വീട്ടിൽ നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറെ പേര് എറണാകുളക്കാരുണ്ട്. അപ്പൊ അവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന് വാങ്ങും. അപ്പൊ പപ്പ അമ്മച്ചി ഉണ്ടെങ്കിൽ അവരെടുത്ത് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് സാലറി കിട്ടണത് 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി 10-ാം തീയതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ അവർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് ആവശ്യക്കാർ വന്നിട്ടുണ്ട്. അമ്മച്ചിക്ക് എന്തെങ്കിലും പറയാൻ അമ്മച്ചി? പുളി നല്ല വൃത്തിയുള്ള പുളിയാണ്. പുളിക്ക് ഒരു കേടുവില്ല. ഒരു പ്രാവശ്യം മേടിക്കണവർ പിന്നെയും പിന്നെയും മേടിക്കും. 2 കഷ്ണം പുളി കൂടുതൽ കറി ഉണ്ടെങ്കിൽ 2 കഷ്ണം പുളി ഇട്ടാൽ അധികം ഇടണ്ട. നല്ല പുളിയുള്ള പുളിയാണ്. നല്ല കറി കൂട്ടാം. നല്ല ചുവ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ പുളിക്ക് കറിക്ക് നിറം മാറ്റം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും. രുചിയുള്ള കറി കൂട്ടി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഇതിനു മുമ്പെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരൊക്കെ ഇതിനു മുമ്പ് വേറെ കടയിൽ നിന്നൊക്കെ പുളിയൊക്കെ മേടിച്ചിട്ട് പോയിട്ട് കറി വെച്ചിട്ടൊക്കെ ആകെ കറുത്ത് ഇതായി പോയിട്ടോ. പിന്നെ അമ്മച്ചിയുടെ നിന്ന് വന്ന് മേടിക്കും. അമ്മച്ചിയൊക്കെ ചെയ്യണത് നല്ല രസമുണ്ട്. ഇവിടെ രാവിലെ തന്നെ പപ്പയും അമ്മച്ചിയും കൂടി പുളി പറക്കല്, പിന്നെ പുളി കഴുകി കുരുവൊക്കെ കളഞ്ഞ് നീറ്റാക്കി. നമ്മൾ പച്ചപ്പുളി ഒന്നും എടുക്കാറില്ല. എല്ലാം പഴുത്ത് വീണത് മാത്രമേ എടുക്കുള്ളൂ. ഈ പഴുത്ത പുളി കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇതിനകത്ത് കുരുക്കളൊന്നും ഉണ്ടാവില്ല. ഇതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. പച്ചപ്പുളി കൊണ്ടുവന്നിട്ട് വെട്ടി കൂട്ടി വിൽക്കണവരുണ്ട്. പക്ഷെ നമ്മൾ അത് ചെയ്യാറില്ല. നമ്മൾ പഴുത്ത് വീണത് മാത്രമേ എടുക്കാറുള്ളൂ. നമ്മുടെ പുള്ളിക്ക് അതാണ് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് മിക്കവരും ഒന്നും നമ്മുടെ വീട്ടിൽ നിന്ന് മേടിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ കൊറിയറിന്റെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം വിനീഷ ചുമ്മാ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ചെയ്ത. ഇനി പുറത്തൊക്കെ കയറ്റി പോകാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വിദേശത്തൊക്കെ എന്റെ പുള്ളി നീ പ്ലെയിനിൽ കൂടി കയറി പോകും. അതെ, ഇനി പ്ലെയിനിൽ കയറി പോട്ടെ എന്റെ പുള്ളി. അപ്പൊ ഇനി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇനി കൊണ്ടുപോയി എല്ലാം ഇനി പോസ്റ്റ് ഓഫീസിൽ കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകുള്ളൂ. അപ്പൊ എന്തായാലും ഇവിടെ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. കാര്യം ഒരു ദിവസം പിറക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു ദിവസം പിറക്കി അവന് മനസ്സിലാവും അത് എന്തോരം കഷ്ടം. അത് പോയി പിറക്കി കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കുരുവെല്ലാം കളഞ്ഞ് പിന്നെ വേണം അത് റെഡിയാക്കി എടുക്കാൻ. ഈ പാകത്തിൽ എത്തിയെടുക്കണമെങ്കിൽ നല്ലൊരു പണിയുണ്ട്. അത്ര വൃത്തിക്കും മെനയുള്ള ഗ്യാരണ്ടി അല്ല. പുളിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ വിനീഷ എടുത്തിട്ടുണ്ട് പുളി എങ്ങനെ ഇരിക്കണേ. നല്ല ഗ്യാരണ്ടി അല്ല പുളിയാണ്. ഒരു കുരുവ ഒന്നും 1-2 കൊല്ലം ഞങ്ങളുടെ വീട്ടിൽ തന്നെ 2 കൊല്ലം. ഒരു ദിവസം വീഴുന്ന പുളി 7 ദിവസം കൊണ്ട് വേണം ഉണക്കിയെടുക്കാൻ. അല്ലാതെ ഈ മച്ചി കെട്ടി പുകയത്തിട്ട് ഉണ്ടാക്കണ പോലെയല്ല. നമ്മൾ അങ്ങനെയല്ല. ഈ ഒരു ദിവസത്തെ പുളി ഒരു ദിവസത്തെ പുളി 7 ദിവസം ഉണക്കിയെടുക്കണം. പുളിയുടെ കളർ നല്ല എണ്ണ ഉപ്പൊക്കെ ഇട്ട് നല്ല കേടാകുകയില്ല. വർഷങ്ങളോളം ഇരിക്കും. കേടാവില്ല, വർഷങ്ങളോളം ഇരിക്കും. ഞങ്ങൾ ഗൾഫിലൊക്കെ പോകുമ്പോ അതൊക്കെ കൊണ്ടുപോകായിരുന്നു. പിന്നെ കസിൻ ചേട്ടൻ അമേരിക്ക കൊണ്ടുപോകും. അങ്ങനെ എല്ലാവരും കൊണ്ടുപോകുന്നു. വലിയ പുളിയാണോ ചെറിയ പുളിയാണോ? വലിയ പുളിയാണ്. അമേരിക്ക വരെയും പോയിട്ടുണ്ട്. അത് വലുതുണ്ട് ചെറുതുണ്ട് കേട്ടാ. അതായത് നമ്മൾ തരം തിരിച്ച് അങ്ങനെ വെക്കണില്ല. എല്ലാം 2-3 മിക്സ് ആണ്. വലിയ പുളി ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഉണ്ടല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ 200 രൂപക്കും അല്ല 200 രൂപക്കും 150 രൂപക്കൊക്കെ പുളി കിട്ടും. പക്ഷെ ആ പുളിയിലൊക്കെ കുരുക്കളുണ്ടാവും. അതുപോലെ തന്നെ കറിയിലൊക്കെ ഇട്ട കരിയും പുകയുമായിരിക്കും. ഇതില് കുരുവില്ല, കരിയില്ല, പുക. നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലെടുത്ത് ഇതുണ്ടോ. നിങ്ങൾ എത്ര ഞെക്കിയാലും കയ്യിൽ അഴുക്ക് കാര്യങ്ങളൊന്നും വരില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കണം. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. ഞങ്ങള് ആലുവയിൽ ഒരു കടയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്പർ 1 നമ്പർ കോട്ട് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ പുളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി വീട്ടിൽ പോട്ടെ. വീട്ടിൽ അമ്മച്ചിനെ കൊണ്ട് പോയിട്ടുള്ള 200 രൂപ കൊടുക്കണവർക്ക് ഫസ്റ്റ് എസൻസ് എടുത്തിട്ടാണ് കൊടുക്കണത്. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ചിലവര് നമ്മളോട് എസൻസ് ഒക്കെ എടുത്തിട്ടാണ് കൊടുക്കണത്. നമ്മൾ അതുകൊണ്ടല്ലേ ഇത് നമ്മൾ പിടിക്കുമ്പോ തന്നെ ആ മെഴുക്കും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ എന്റെ കയ്യിൽ നല്ല അടിപൊളിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഞാൻ കാണിച്ചു തരാട്ടെ. ഒരു പ്രാവശ്യം നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ
ഈ പുളിയല്ലാതെ വേറെ പുളി ഇട്ട് നിങ്ങൾ കറി വെച്ച് തിന്നൂല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഞാനത് കാണിച്ചിട്ട് അവിടെ ചെയ്ത് വെച്ചേക്കണത് എങ്ങനെയാണ് 100% ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പൊ ഞാൻ എന്തായാലും അത് റേറ്റും കാര്യങ്ങളെ ചില ആൾക്കാർ നമ്മൾ കൊറിയറിൽ ഐശ്വര്യ ചോദിച്ചപ്പോ എത്ര രൂപയെന്ന് പറയുമ്പോ കൊറിയർ ചാർജ് പ്ലസ് ആണ് ഞങ്ങൾ പറയണത്. കൊറിയർ ചാർജ് അല്ല, ഒരു 200 രൂപക്ക് 300 രൂപക്ക് പുളിയുണ്ട്. ആ 200 രൂപക്ക് 300 രൂപക്കും കിട്ടുന്ന പുളിയും ഈ പൊടിയും നിങ്ങൾ പോയി നോക്കണം. കരിയാണ്. ഇന്നലെ കടയിൽ പപ്പ പോയിട്ട് കടയിലുള്ള ചേച്ചി 260 രൂപ 300 രൂപക്കാണ് വിൽക്കണത്. ആ ചേച്ചി പുളി പകടി ചേട്ടാ എനിക്കൊരു 1/2 കിലോ പുളി കൊണ്ടും തന്നോട്ടെ. ആ ചേച്ചിക്ക് എടുത്ത് വെച്ചേക്കുന്നുണ്ട് ഈ പുളി. ആ ചേച്ചി കടയിലെ ചേച്ചി കൊടുക്കുന്നത്. ഇപ്പൊ ഒരു പുളിയുടെ ഭാഗം ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. പുളി ഉടക്കണ പരിപാടിയൊക്കെ ആയിട്ട് അതിന്റെ റൂമിന്റെ അകത്തുണ്ട്. മഴ ആയത് കാരണം ഇവിടെ എടുത്ത് വെച്ചേക്കണുണ്ട്. ഇതല്ലേ ഫാനൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്ത് കാണിച്ചു തരട്ടെ എങ്ങനെയാണ് ചെയ്യണമെന്ന്. നല്ല കഷ്ടപ്പാടാണ്. എനിക്ക് പാടും കൂടി ഇല്ല. എന്നാലും ഇതൊക്കെ കളയണ്ടേ, ദൈവം തന്നതല്ലേ, അതൊന്നും കളയാൻ എനിക്ക് മനസ്സ് വരില്ല. ഇതേപോലെ ഷീറ്റൊക്കെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് മഴ ആയതുകൊണ്ടേ ഷീറ്റൊക്കെ കെട്ടി ഇതിന്റെ അടിയിൽ വെള്ളമാണ്. ചെരുവത്തിന്റെ അടിയിൽ വെള്ളം, അതിന്റെ പൊക്കത്ത് ഇതേപോലെ തകര ഷീറ്റ്. ഇത് ഇന്ന് നമ്മൾ രാവിലെ ഞാനും പപ്പയും കൂടി പെറുക്കിയെടുത്ത പുളിയാട്ട. ഇത് കണ്ട രാവിലെ തൊട്ട് ഉച്ച വരെ അമ്മച്ചിയുടെ പപ്പയുടെ പരിപാടി. ഇതിങ്ങനെ കത്തിച്ച് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ വെയിൽ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ പറമ്പിലൊക്കെ ഇട്ടിട്ട് ഇവിടെ, അതായത് ഇങ്ങനെ വെറുതെ ഇരുന്നല്ല കേട്ടോ, അതിന്റെ മേളിൽ ഷീറ്റ് വെച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ മേളിൽ അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ ഗ്യാസ് അല്ലേ, ഗ്യാസ് അടുപ്പിൽ ചെയ്യും. ഗ്യാസിന്റെ ഒരു പ്രശ്നമൊക്കെ ചൂട് കിട്ടാൻ വേണ്ടിയാണ് ഗ്യാസിന് മേളിൽ ചൂടിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മുടെ ഈ പറമ്പിൽ അങ്ങനെ ഇഷ്ടംപോലെ പുളികളുണ്ട് കേട്ടോ, പുളിമരം ഉണ്ട്. അപ്പൊ അതങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യണത്. അപ്പൊ മഴ വന്നിട്ട് ഞങ്ങൾ ഇനി ഇറങ്ങാൻ നോക്കട്ടെ. ഞാൻ നേരത്തെ പറയാൻ വന്നപ്പോ അമ്മച്ചേന്റെ ഇടയ്ക്ക് എനിക്ക് പറയാൻ പറ്റിയില്ല മറ്റേ ഇതിന്റെ കാര്യം. അതായത് നമുക്ക് പുളി കുഴപ്പമില്ല, മഴ വന്നില്ല. അതായത് പുളി നമുക്ക് ചിലവര് നമ്മൾ റേറ്റ് പറയുമ്പോഴത്തേക്കും അയ്യോ ചേച്ചി ഇത്ര എന്താണ് കൊറിയർ ചാർജ് പ്ലസ് ആണ് നമ്മൾ പറയുന്നത്. കൊറിയർ അല്ല, പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ചാർജ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതെന്ന് വെച്ചാൽ കിലോ അനുസരിച്ചാണ് റേറ്റ് വന്നത്. അല്ല വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് അതിന്റെ കൂടി പൈസ കൂട്ടിയിട്ട് ഒരു വില പറയാം. അതിന്റെ അത്ര എമൗണ്ട് വന്നത്. അല്ലാതെ അമ്മച്ചിക്കും ഞങ്ങൾക്കും ഒന്നും ലാഭമോ ഇതൊന്നും നോക്കിയിട്ടല്ല. അമ്മച്ചി എന്തോ കൊടുക്കണം ആ റേറ്റിന് തന്നെയാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് വല്ല ആ പോസ്റ്റ് ചാർജ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. ചിലവർ അത്ര രൂപ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിയാൽ മതിയല്ലോ എന്നുള്ള ടോക്ക് അല്ലേ, അങ്ങനെ വരും. ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ മതിയെങ്കിൽ മതി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം ചിലപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. കാര്യം അവർ മേടിക്കുമ്പോൾ ശരിയാണ് 200 രൂപ കിട്ടും. പക്ഷെ ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമൊന്നും കിട്ടില്ല. നിങ്ങളത് മേടിച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗൾഫിൽ നിന്ന് ഒരു ചേട്ടൻ, ആ ചേട്ടൻ ഇപ്പോൾ വീട് ചിലപ്പോൾ കാണുന്നത്. ആ ചേട്ടൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയി. കൂട്ടുകാരൻ ഗൾഫിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു പയ്യൻ പോകണുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറയാം വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പറയാം. ഞങ്ങൾക്ക് അവിടെ നല്ല പുളി കിട്ടണില്ല, കറുത്ത പുളിയാണ് കിട്ടുന്നത്. കറിയൊന്നും വെച്ചാൽ വായിൽ വെക്കാൻ പറ്റില്ല, കറി ഞങ്ങളതിനെ കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ആ ചേട്ടൻ 2 കിലോ പറഞ്ഞു. പക്ഷെ ആ ചേട്ടന് അത് കൊണ്ടുപോകാനായിട്ട് മറ്റേ ചേട്ടൻ കൊണ്ടുപോകാനായിട്ട് ലഗേജ് എന്തോ കൂടുതലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. ആ ചേട്ടൻ പറയും എന്തായാലും നിങ്ങളുടെ വീട്ടിലൊന്നും ഞങ്ങളത് മേടിക്കും. പിന്നെ ഈ പരിസരത്തിലുള്ളവരും അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ചാലക്കുടി തന്നെ എന്തോരം പേരാ ഓർഡർ ചെയ്തേക്കണെന്ന് പറയാം. അവർക്കുള്ളതൊക്കെ ഞങ്ങൾ കൊറിയർ ആയിട്ടല്ല, അല്ലാതെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവർ പറയുന്ന വെയിറ്റ് അനുസരിച്ച് പാക്ക് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാട്ടോ, നിങ്ങൾക്ക് അല്ലെ ഉണ്ടെങ്കിൽ പറയാ. നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൂടി നമ്പർ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും വേണ്ടവരൊന്ന് കോൺടാക്ട്. പിന്നെ പുളി തീർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ വേണ്ടവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം. ഇവിടെ വന്നപ്പോ അമ്മച്ചിക്ക് എന്താണ്ട് പറയണോന്ന് പറഞ്ഞിട്ട്. എന്താ അമ്മച്ചി ഈ പ്രാവശ്യം ഇത് ഇവിടെ കൊറിയറായിരിക്കണേന്. ഇനി അടുത്ത പ്രാവശ്യം ഇതൊക്കെ പ്ലെയിൻ കയറി കടന്നു പോകാനുള്ള പുളികളാണ്. അതിനുള്ള ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഞങ്ങള് പ്ലെയിൻ കയറ്റാനുള്ള പരിപാടിക്കാണ് ഒരുങ്ങിയിരിക്കണത്. അമ്മച്ചിക്ക് ഭയങ്കര ഒത്തിരി സഹായിച്ച് എനിക്കിതൊന്നും അറിയാൻ പാടില്ല. അവരുടെ സഹായം ഉള്ളത് കാരണമാണ് എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റും. ഞങ്ങള് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടുള്ളൂ. കാര്യം അമ്മച്ചും പപ്പ ഒരുപാട് ഇവിടെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം ചെയ്യണം. കാരണം കൊറേ പുളി കഴിഞ്ഞ കൊല്ലത്തെ പുളികളും ഇവിടെ ബക്കറ്റ്. കാരണം എന്റെ മക്കള് വാടക എടുക്കണേ, അവർക്ക് തരാനും പിടിക്കാനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കാരണം ഞങ്ങള് പരമാവധി കഷ്ടപ്പെട്ട് ജീവിക്കാൻ മരണം വരെ എന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോണത്. ഇനി എന്തെങ്കിലും ചെയ്യാൻ പരിപാടിയുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. വഴിയെ പറയട്ടെ. ഇത്രയും സാധനങ്ങളുണ്ട്, ഇനി ഇതൊക്കെ ആയിട്ട് ഞങ്ങക്ക് പോണം. അപ്പൊ ചുമ്മാ രസത്തിൽ ഇട്ട വീഡിയോ ആണ്. പക്ഷെ അതങ്ങളൊക്കെ കേറി കത്തി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറിയൊരു ആശയമൊക്കെ ഞങ്ങൾക്ക് വന്നു. അതെ, ഇപ്പൊ വിദേശത്തുള്ളവരൊക്കെ ഓർഡർ തന്നിട്ടുണ്ട്. ഇനി അവർക്കൊക്കെ കൊടുക്കണം. എല്ലാം ഫോണിൽ വന്ന് കിടപ്പുണ്ട് മോന്റെ. അപ്പൊ ഞങ്ങൾ ഈ സാധനമൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടെ, ഇറങ്ങട്ടെ. ഞാൻ 2 ദിവസം മോന്റെ വീട്ടിൽ പോയി നിന്നിട്ട് വരാം.
നമ്മുടെ പപ്പേട്ട കുറേ നാളായി നമ്മുടെ പപ്പ അങ്ങനെ വീഡിയോയിലൊന്നും എല്ലാവരും ചോദിക്കാറുണ്ട് പപ്പേടെ വീഡിയോയിൽ. പപ്പയൊക്കെ ചെയ്തു വെച്ച പരിപാടിയാണ് ഈ കാണുന്നത്. എന്താണ് ഇതേ പപ്പ സ്റ്റക്കായിട്ട് പപ്പ വീഡിയോ എടുക്കാൻ പപ്പേട്ട രാവിലെ പിറക്കലും എല്ലാ പരിപാടിയും പപ്പ ചെയ്യണം. പപ്പേനോടാ പറഞ്ഞ കടക്കാരൻ എന്താ പറഞ്ഞ കടയിൽ ചേച്ചിക്കില്ലേ പപ്പ എടുത്ത് വെച്ചാൽ 260 വെക്കണം. ഈ പുളി കണ്ടപ്പോ 350 വേണമെന്ന് പറഞ്ഞു. 350 ഈ പുളി ആ പുളി എടുത്തപ്പോ ആ പുളിക്ക് കയ്യിൽ കറുപ്പും വന്ന് ഈ പുളിയിൽ കറുപ്പുണ്ടായില്ല. അവരിപ്പോ അത് പറഞ്ഞിട്ടില്ല പപ്പയോട് പറഞ്ഞു. അവർക്കെല്ലാം എടുത്ത് വെച്ചാൽ അവർക്ക് അവര് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ടൈല് പപ്പ. പിന്നെ അതുകൊണ്ട് അവർക്ക് ഇന്ന് വൈകിട്ട് തീ കത്തിച്ച് കരി പിടിപ്പിച്ച് ഉണ്ടാക്കണ പുളിയല്ല ഇത്. അത് ഒരു പ്രത്യേക ടെക്നിക്കിൽ ചെയ്യുന്ന പരിപാടിയാണ്. അത് ടെക്നിക്കലി ഇവര് സീക്രട്ട് പുറത്ത് വിടൂലെന്ന് ഈ ടെക്നിക്ക് ഞാനിവിടെ കണ്ടതുകൊണ്ട് ഞാൻ എരമല്ലൂർ വെച്ച് എനിക്ക് വീണ്ടും കിട്ടുമ്പോ ഞാൻ ആ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ആ പുളിക്കും ഒരു ഇതിന്റെ ഒരു ഇതും പോകില്ലേ, പച്ചപ്പുളി ഒന്നുമില്ല, ഒക്കെ പഴുത്ത പുളികളാണ്. ഇതൊക്കെ പഴുത്ത പുളികളുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ അല്ലേ, അത് ഞങ്ങളെ മെച്ചയായിട്ടൊന്ന് പോവാൻ നിൽക്കട്ടെ. ബൈ ബൈ. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തി പിറ്റേ ദിവസം പോയി. അപ്പൊ കാര്യം കൊറിയറൊക്കെ അയച്ച് കുറേ ലേറ്റായി ഞങ്ങൾ ഇവിടെ വന്നപ്പോ. അമ്മച്ചിനെ ആ മൂലക്ക് ഇരുത്തിയേക്കണേ ഞങ്ങൾ. അതാകുമ്പോ ഇവിടെ നിന്ന് വർത്തമാനവും പറയാം, എല്ലാ പരിപാടിയും നടക്കും. പക്ഷെ ഇന്നലെ കൊറിയർ ഓഫീസിൽ പോയപ്പോ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എന്ത് നട പോസ്റ്റ് ഓഫീസിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അമ്മച്ചി അറിഞ്ഞില്ല. അമ്മച്ചിയോട് വന്നപ്പോഴാണ് അമ്മച്ചിയോട് പറഞ്ഞത്. അമ്മച്ചി കാറിൽ തന്നെ ഇങ്ങനെയായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ചിലപ്പോൾ നമ്മളോട് ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറിയർ അയക്കണം. അപ്പൊ ആ ഒരു ഒറ്റ റേറ്റ് ആണ് നമ്മളെ കസ്റ്റമേഴ്സിനോട് നമ്മൾ പറഞ്ഞത്, വാങ്ങുന്ന ആൾക്കാരുടെ. അതിനകത്ത് നമ്മൾ എക്സ്ട്രാ ഇപ്പൊ ഒരു 50 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 100 രൂപയ്ക്ക് പറയേ, അല്ലെങ്കിൽ 100 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150 പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളോട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എത്രയാണോ പറഞ്ഞത് ആ റേറ്റ് തന്നെയാണ് നമ്മളെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പ്ലസ് 350 പ്ലസ് ഇത്ര രൂപയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് പുള്ളിയുടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് അതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ കൂട്ടിയൊന്നും വെക്കാനോ നമുക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കാര്യം എന്താ വെച്ചാൽ എങ്ങനെയാണോ കൊറിയർ പൈസ പോകേണ്ടത് ആ പൈസ തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് അത് പാക്കിങ്ങിന്റെ നീളം അളക്കണം, വെയിറ്റ് മാത്രം പോരാ. 1 കിലോന് ഇത്രയും ആദ്യം നമ്മളോട് പറഞ്ഞത്. നീളവും വീതിയും പിന്നെ നമ്മൾ എങ്ങനെയാണ് ചുറ്റിയേക്കണത് അതിന്റെ വീതിയും കൂടി എടുക്കണം. അങ്ങനെ ഒരു മെഷർമെന്റ് എടുത്തിട്ട് ഒരു ഇല്ലാത്തൊരു വില. കാര്യം നമ്മളിത് എറണാകുളത്തൊക്കെ ചെയ്യാനാണ്, പക്ഷെ അവിടെ ഒന്നും ഈ ഒരു റേറ്റ് അല്ല. പിന്നെ നമുക്കും കൊറിയർ തന്നെയാണ്. അപ്പൊ നമ്മളോട് ഓരോരുത്തർ പറയാറുണ്ട് ഇത്ര രൂപയാണെന്നൊക്കെ. അതെ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 80 70 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മ ആൾക്കാരോട് അത്രയും പറഞ്ഞു. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അത് 120 140. അതായത് 1 കിലോന്റെ തന്നെ ഒരു 5-6 പാക്കറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഓരോ പാക്കറ്റിന്റെ വീതിയും നീളവും ഒക്കെ അളക്കണം. അങ്ങനത്തെ മെഷർമെന്റ് എടുത്ത് അപ്പൊ അവിടെയും നമ്മളോട് പറഞ്ഞ ചേച്ചി ഇല്ല ഞാൻ അങ്ങനെയല്ല ഇവരോട് കറക്റ്റ് 1 കിലോ എന്താ പൈസ തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറയണം. അവിടെ വേറൊരാളുണ്ടായത് നമ്മുടെ അന്നമ്മയുടെ പോസ്റ്റ് ഓഫീസാണ്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ചേട്ടൻ ഇത് തൂക്കുകയും വേണ്ട വയ്ക്കാൻ വേണ്ട. കാര്യം ഇവിടെ ഇഷ്ടംപോലെ പ്രൈവറ്റ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള അന്നമ്മയുടെ DTDCയിലോട്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായില്ല. വേറെ DTDCയിലാണ് ഞങ്ങൾ അന്വേഷിച്ചത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവര് ഒരു റേറ്റ് വരും. കറക്റ്റ് നമ്മള് പറഞ്ഞ റേറ്റ് തന്നെ നമ്മൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ റേറ്റ് തന്നെ അവര് അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു അവരോടും ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ വീതി നീളവും ഒക്കെ അളക്കണോ പാക്കറ്റിന്റെ ചോദിച്ചു. അതൊന്നുമില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങ് കൊണ്ടുപോകും, നമ്മൾ ഇത് അയക്കും 1 കിലോന്റെ വെയിറ്റ് അതങ്ങോട്ട് അയക്കാം. പിന്നെ അത് ഒരു കാര്യം മാത്രമേ അവർ നമ്മളോട് പറഞ്ഞുള്ളൂ, അതായത് 1.5 കിലോ ആണെങ്കിലും 2 കിലോന്റെ വെയിറ്റ് എടുക്കും. കാര്യം ഇപ്പോൾ 1 കിലോന് മേപ്പോട്ട് പോയാൽ ഇങ്ങനെയാണ് ഇവിടെ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഒരു കാര്യം നമ്മളോട് നല്ല ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഇന്നലെ എല്ലാവർക്കും കൊറിയറൊക്കെ ഞങ്ങൾ അയച്ചിട്ടാ 2 ദിവസം കൊണ്ട് എത്തും. അമ്മച്ചി ഇവിടെ ഇരിപ്പണ്ട. പിന്നെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. പിന്നെ പറഞ്ഞിട്ട് കുറെ പേര് ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇന്നലെ കൊടകിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അടിച്ചു തരുമോ തൈച്ചേട്ടി തരുമോന്ന് വെച്ചിട്ടൊക്കെ. കൊടക എവിടെയാന്ന് മനസ്സിലായോ അമ്മച്ചിക്ക്? മനസ്സിലായി. പക്ഷെ ഇവിടെ നിന്ന് ആ പുളിയുടെ തൈ ഉണ്ട്, തൈ കൊടുക്കണതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിന്ന് അവിടത്തോളം വരുമ്പോ അത് ഉണങ്ങി പോകും. ഇല്ല ഇപ്പൊ അങ്ങനെ കൊറിയർ അയക്കാം നമുക്ക്. അവിടെ നമ്മളൊരു ചട്ടിയിലാക്കി നട്ട് ഭദ്രമാക്കി ചട്ടിയിലൊന്നും ആക്കിയിട്ടില്ല, പറമ്പിലും മുളച്ചിരിക്കണതേ ഉള്ളൂ. അങ്ങനെ കൊടുത്തുവിടാൻ പറ്റും. അവരും ഭദ്രമാക്കി
പലർക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷെ അവരുടെ ഒന്നും ശരിയായില്ലെന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ ഈ പുളി ഒരുമാതിരി വളർന്നവരെ ഒരു കൊല്ലം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. പുളിയിലെ കുരു ഈ കൊല്ലം ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം അത് മുളയ്ക്കുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പുളിയുടെ. അപ്പൊ അത് കാരണം പുളിയുടെ തൈ അയക്കണമെങ്കിൽ അത് ഇതുപോലെ ചട്ടിയിലൊക്കെ നേരത്തെ വെച്ച് പിടി. നമ്മ കൊണ്ടുപോയി വലിച്ചെറിയണതല്ലേ, കുരു കൊണ്ട് വലിച്ചെറിയും, അവിടെ കിടന്ന് മുളയ്ക്കും. അല്ല ഞാനത് പറിച്ചു കൊടുക്കാം. ചിലരുടെയൊക്കെ പിടിച്ച്, ചിലരുടെയൊക്കെ പിടിച്ചില്ല. ഈ പരിപാടി ഉണ്ട് ഇതിന്റെ ഇടക്ക്. ആരെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കും ഞാൻ ആവശ്യക്കാർക്ക്. കുറെ പറമ്പൊക്കെ ഉള്ളവരെ ചോദിക്കുമ്പോ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അമ്മച്ചി ഇത് ബിസിനസ് ആയിട്ടല്ല ചെയ്യണത്, അതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ചെടിയുടെ കാര്യം. ഇത്രയും എൻക്വയറി വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. അത് എനിക്കും അറിയാൻ പാടില്ല. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ വേറെയും ചില ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ കൂടി സഹകരിക്കണമെങ്കിൽ അതും നടത്താനുള്ള ഉദ്ദേശത്തിലാണ്. കാര്യം ഞാനും അപ്പയും വീട്ടില് ഒറ്റക്കാണ്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ ഈ മോഹനാണെങ്കിൽ വാടകക്കാണ്. അവരുടെ കാര്യം നോക്കാൻ തന്നെ അവർക്ക് തന്നെ ബുദ്ധിമുട്ടിയാണ് അവര് കഴിയണത്. ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് തിരക്കിട്ടൊന്നും പോകാനൊന്നും പറ്റൂല. ഇന്നലെ തന്നെ ഒരു ചേട്ടൻ വാട്സപ്പിൽ മെസ്സേജ് കാലിൽ അല്ലെ പാടില്ലാതെ ഇരിക്കുന്നതിന് കാശ് തരും എന്നൊക്കെ പറഞ്ഞു. 500 താ അല്ലെങ്കിൽ 300 താ. ചിലവര് പെട്രോൾ പമ്പിൽ എന്നിട്ട് വിളിക്കും, ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ്, ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു 50 രൂപ ഉണ്ടെങ്കിൽ താ അല്ലെങ്കിൽ 100 രൂപ ഉണ്ടെങ്കിൽ താ. അപ്പൊ എന്താണ് കാര്യം, എന്താണ് അത് ഞാനിവിടെ നിന്ന് പെട്ടിരിക്കണേ, എന്താണ് ചേട്ടാന്ന് ചോദിച്ചു. അപ്പൊ പറയും അതേ പെട്രോൾ അടിക്കാൻ കാശില്ല. നമ്മള് ചോദിക്കും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫാമിലി വേറെ ആരും ഇല്ലേ എന്ന് നമ്മളും ചോദിക്കാറുണ്ട്. നമ്മളോട് ചൂടാവും, നമ്മളോട് ചൂടാവും. നമ്മൾക്ക് തീരെ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മള് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുക്കും. കാര്യം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ബുക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ആവശ്യമുള്ളത് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ല നമ്മൾ ആലോചിക്കുന്നത് വേറെ ഇതല്ല. ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതൊന്നും ഞങ്ങള് വീഡിയോ ഒക്കെ ഒന്നും ചെയ്യണില്ല. ആരും അറിയണ്ട, നമ്മൾ ചെയ്യണത് ആരും അറിയിക്കണ്ടല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ ചെയ്യാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കും അല്ല നമ്മള് കൂടുതലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് എല്ലാ കൊല്ലവും ബുക്ക് കൊടുക്കുന്നുണ്ട്. കാര്യം പഠിക്കാൻ കഴിയില്ലാത്ത പിള്ളേർക്ക് ഉണ്ടല്ലോ, പഠിക്കാൻ കഴിയില്ലാത്ത മേടിക്കാൻ പറ്റാത്തവര് കുറെ പേരൻസ് ഉണ്ട്. ഈ പ്രാവശ്യം കൊടുത്ത് അതിങ്ങനെ നമ്മള് ആവശ്യമുള്ള കാര്യമൊക്കെ കൊടുക്കോട്ടെ. അല്ലാത്ത ഇതിനൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ അവർക്ക് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പറഞ്ഞ അവരോടും ചോദിക്കാം. ഈ പറഞ്ഞ നമ്മളും ഇതേപോലെയൊക്കെ തന്നെയാണ്. ഓരോ സ്ഥലത്തും മേടിച്ചും മേടിച്ചൊക്കെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ പോണം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വീഡിയോ ഇട്ടൊന്നും പുറങ്ങൾ കൊറേ കിട്ടുമൊന്നുമില്ല നമുക്ക്. അമ്മച്ചിയുടെ അടുത്ത് അമ്മച്ചി അയ്യോ എന്റെ കാശില്ല അമ്മച്ചി കാശ് തരുമോ അങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം അമ്മച്ചിയുടെയൊക്കെ സിറ്റുവേഷൻ അമ്മച്ചിക്ക് അറിയാം, എനിക്കും അറിയാം. നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. എനിക്കും പപ്പക്ക് സ്ഥിരം മരുന്നാണ്. പപ്പക്കാണെങ്കിൽ മുടങ്ങാതെ ഒരു അസുഖത്തിന് മുടങ്ങാതെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഫെബ്രുവരി 12-ാം തീയതി ചെല്ലുമ്പോഴേ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. മക്കള് തന്നെ ഒരു കണക്കുണ്ടല്ലേ, അവർക്ക് എല്ലാം കൂടി നമുക്ക് തരാൻ പറ്റൂല. അപ്പൊ അത് കാരണം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആകുന്ന വിധത്തിൽ ഞാനും ഇവളും കൂടി ചെയ്യാന്ന് ഉദ്ദേശിച്ചേക്കണ്. പിന്നെ എനിക്കിങ്ങനെ കൊറിയറും കാര്യങ്ങളൊന്നും അയക്കാൻ പറ്റില്ല. അപ്പൊ കൊറിയറും കാര്യങ്ങളൊക്കെ അയക്കണമെങ്കിൽ ഇവള് തന്നെ എന്റെ കൂടെ നിക്കണം. അപ്പൊ അത് ഞാൻ ചെയ്യാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉടനെ അല്ല, കുറച്ച് അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അന്നേരം ഞാൻ നിങ്ങളോട് സഹകരിക്കണ പോലെ നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഇത്രയും പ്രായമായ നിങ്ങളൊക്കെ സഹായിച്ചില്ലെങ്കിൽ ആരും സഹായിക്കാനാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാന്ന് വിചാരിച്ചേക്കണത്. അത് നിങ്ങളെ വിജയിപ്പിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് പേര് കുരുമുളകൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. പുളി മാത്രം ഉണ്ടായി ഏലക്കയും കുരുമുളകൊക്കെ ഉണ്ടാകുന്ന ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മള് പറയാം അല്ലേ? അതെ അതെ, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പോട്ടറൊക്കെ പറയാട്ടല്ലേ.